ഇത് കാണുന്നില്ല, ചെറുതാണെങ്കിൽ പെരും വെയിറ്റ് ആണ്. വാലി പിടിച്ച അവന് വെയിറ്റ് ആണ്. ഓ ഞാൻ കല്ലി കയറി നിൽക്കാം അതിൽ കുറച്ചുകൂടെ ശരിയൊന്ന് അടിയിൽ തൂക്കി വിട്. കയറ്റിട്ടോ റെഡി റെഡിയാ ഇവിടത്തെ ഇവിടെ 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 സ്ഥലം ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ 5 മണിക്ക് നമ്മുടെ ഇബ്രാഹിം മീൻ മാർക്കെന്ന് വിളിച്ച് പറഞ്ഞു ശരി ഒരു അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ എടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അപ്പം ഞാൻ സുരയും കൂടി പോയിട്ട് അതങ്ങനെ തൂക്കി. അപ്പോൾ ഇത് കടൽ മത്സ്യമല്ലേ, ഇതിൻ്റെ പേരെന്താ? വറ്റ. വറ്റ വറ്റ മൂപ്പര് പറഞ്ഞിട്ട് അറിഞ്ഞത് നമ്മളല്ലേ. അപ്പോൾ ഈ വറ്റ കൊണ്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഗ്രില്ലും പിന്നെ അതുപോലെ ഒരു ഫ്രൈയും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കും. വറ്റ വറ്റ നമ്മൾ ചെളുക്കൊക്കെ അടിപൊളി കളയും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിർത്തി കളയുമ്പോൾ സിമ്പിളാണല്ലോ സുഖല്ലേ. അപ്പം മീനെ ചെറുക്കി ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടക്കൂല സൂര്യ 17 കിലോൻ്റെ മീനാണിത്. അയ്യോ ഓടി ഇതിന്റെ തലയൊന്നും നമുക്കെടുത്ത് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് പുറത്തെടുക്കാം. തലയൊന്ന് മാറ്റി വെക്കാം, വൃത്തിയാക്കി എടുക്കാം. കൊണ്ട് വെക്കാം. മീനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ചിറകും പാലൊക്കെ നമുക്ക് കളയാം. കത്തി കുറച്ച് മൂർച്ച കമ്മിയാണ്. ഭയങ്കര ടഫ് മീനില്ലേ, അടിച്ച് പൊട്ടൽ വേണം. അയ്യോ തുടങ്ങല്ലേ ശരിയല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ അറിയണ പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. സുവേലി പിന്നെ ഭയങ്കര കട്ടർ ആയതുകൊണ്ട് എന്ത് കൊടുത്താലും കട്ട് ചെയ്യും. പറ്റുന്ന പോലെ കട്ട് ചെയ്യല്ലേ. സംഭവം ഭയങ്കര ഫ്രഷ് ഇട്ട് ഹാർഡ് ഫ്രഷ്. ഇത് ആദ്യത്തെ കാണുന്നത് തന്നെ, പേരും ആദ്യത്തെ കേൾക്കണം. നിങ്ങൾ ആദ്യത്തെ കേൾക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം. ആദ്യത്തെ കേൾക്കണമെങ്കിൽ വറ്റ മീൻ. പക്ഷെ വറ്റ പറഞ്ഞ പേരിൽ മാത്രം പറ്റി, പേര് ഭയങ്കര വറ്റാന്ന് പോലെ ഉണ്ടല്ലോ. വറ്റ പേരൊക്കെ, പക്ഷേ സാധനം ഹെവി സാധനം. മീൻ വറ്റിയിട്ടൊന്നുമില്ല അല്ലേ. നോക്ക് മീറ്റ് നോക്കി, ഹെവി സാധനം കൊണ്ടാ സൂപ്പറായിട്ടുണ്ട്. ചില പീസടാ. അപ്പോൾ നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം പേര്. സെൻറ്റർ ഒന്ന് എടുക്കല്ലേ കട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് ഹാഫാക്കാം. ഇതെന്താ സാധനം, ഈ കറുപ്പ് സാധനം? അത് ചോര കട്ട് ചെയ്ത്. ചോര കട്ട് പിടിച്ചില്ലേ. അപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ 2 പീസ് ആക്കിയിരിക്കുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ പീസ്. ഇനിയാണ് ഈ പീസ് നമ്മൾ ചെറുതായി കട്ട് ചെയ്യാൻ പോകണം. നൈസായിട്ട് അതിനെ കട്ട് തീർക്കാം. വേണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഷീറ്റ് പോലെ എടുക്കും. ഷീറ്റ് പോലെ എടുത്തിട്ട് മസാല തേച്ച് നമ്മളതിനെ ഗ്രില്ല് ചെയ്യും, പിന്നെ ഫ്രൈയും ചെയ്യും. അപ്പോൾ ചിക്കനും ബീഫിനും ഇല്ലാത്ത മീനിനുള്ള പ്രോട്ടീൻ എന്താ അറിയോ? ഒരു ഫാറ്റി ആസിഡ് ആണ്. omega-3 എന്നൊരു ഫാറ്റി ആസിഡ്. അത് പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ, ഡിപ്രഷൻ അതിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. അതെല്ലാവർക്കും അറിയാലോ. മീനിൻ്റെ പ്രത്യേകതകൾ അതാണ്. ഇത് എല്ല്, വെറും എല്ല്. ഇതാണ് നമ്മുടെ സ്റ്റീക്ക് പീസ്. അപ്പോൾ നമ്മളെന്താ ഇത്ര ചെറിയ പീസ് എന്താക്കി വെച്ചാൽ നമ്മൾ ഈ ബീഫ് സ്റ്റീക്സൊക്കെ കിട്ടണമല്ലേ, അത് നമ്മൾ ഫിഷ് സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോകും അല്ലേ സുഹേല? അതൊരു കേൾക്കണ്ടാവല്ലേ, ഫിഷ് സ്റ്റീക്സ്. അപ്പോൾ നന്നായി കട്ട് ചെയ്ത മീൻ നമുക്ക് കഴുകിയെടുക്കാം അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ ഫിഷ് ഗ്രില്ലിനുള്ള മസാല നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിതാ നാരങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചതച്ചെടുത്തിട്ട് വരാം. ജീരകം, പെരുംജീരകം, കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, അല്പം ഉപ്പ്. മസാലയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നാരങ്ങ ഒഴിയാം. ഈ മീനിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൽ പുരട്ടാം. അപ്പോൾ നമുക്ക് ഈ മീനിലൊന്ന് മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല അങ്ങനെ പിടിപ്പിക്കുന്ന ആൾ അയ്യോ എല്ലാം ഇവിടെ തേച്ചിട്ട് പിടിക്കാം. അയ്യോ നമുക്ക് ഈ മീനൊക്കെ അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. കൈ കൊള്ളു. ശരിക്കും ചെറിയൊരു ചൂട് തട്ടിയാൽ തന്നെ ഇത് വേവുണ്ട് ശരിയല്ലേ? അതിന് കൊഴുപ്പൊക്കെ കണ്ട സുഖം ഒറ്റിന് ഉരുകി വരുന്നുണ്ടല്ലേ? ആ അതിന് കൊഴുപ്പ് ഒറ്റിന് സുഖല്ലേ? രക്ഷയില്ല പോലെ അമ്മാരി കൊഴുപ്പാണ്. നമുക്ക് ഇനി ഇതിൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. അങ്ങനെ അടിപൊളി വേണ്ട. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇത് അടിപൊളി സക്സസ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കൂടി ഒന്ന് സെറ്റായി കൊടുക്കാം.
നമ്മുടെ ഗ്രില്ല് ചെയ്ത രണ്ടാമത്തെ റൗണ്ടാണ്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഗ്രില്ല് മാത്രമല്ല, നമ്മളിനി അടുത്ത് ഫ്രൈയും കൂടെ ചെയ്യാൻ പോവാണ്. ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഈ വറ്റ മീൻ നന്നായി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ സെറ്റായിട്ടില്ല, നമുക്ക് എടുക്കാം. ഫ്രൈ ചെയ്ത വറ്റ. ചോറ്, വറ്റ മീൻ വറ്റയായിട്ടുണ്ട് കേട്ടാ. പക്കയെ വെന്ത് കിട്ടുന്ന സുഖല്ലേ, ഉഷാറ് സാധനം. താഴെ തൊലിയാണ്. അപ്പോൾ വറ്റ ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ചോറും മീൻകറിയും ഉണ്ട്, പൊളിക്കാം നമുക്ക്. നന്നായിട്ട് നാരങ്ങ പിഴിഞ്ഞെടുക്കാം എല്ലാത്തിലായിക്കോട്ടെ. ഓ, നമ്മൾ രാവിലെ തുടങ്ങിയല്ലോ സുഖല്ലേ, ഇപ്പോഴാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ സലീമാമ വന്നിട്ടുണ്ടേ. സലീമ ഫോൺ അടിക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് അല്ലേ. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷും ഈ ചുറ്റും വെച്ചിരിക്കുന്നത് ഗ്രില്ഡ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാം സുഖല്ലേ. ശരിയാ, എടുത്തോ. നമുക്ക് ആദ്യം വെക്കാലോ. ഗ്രില്ല് ഫിഷ് ആയത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സുഖല്ലേ. ഫ്രൈ വീട്ടിൽ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നന്നായില്ല കേട്ടോ. ശരിയായി. ചോറും കൂടെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കി. ചോറിലും സെയിം ഫിഷാണല്ലോ അല്ലേ. സംഭവം വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ആദ്യമായിട്ട് പങ്കെടുക്കണം. നമുക്ക് ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരി, ഫ്രൈ എടുക്ക്. ശരിയാ, ഫ്രൈ പിന്നെ ഒന്ന് കഴിക്കാമല്ലോ. ഇങ്ങനെ ഗ്രില്ലാണല്ലോ നമുക്ക് കിട്ടാത്തത്. ഗ്രില്ല് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് അത് സംഭവം. ശരിക്കും രണ്ടും വ്യത്യാസം ടേസ്റ്റ് അല്ലേ. നന്നായിട്ട് ഇത് നമ്മൾ അറിയേണ്ടത് വ്യത്യാസം അറിയേണ്ടത്. എങ്ങനെയുണ്ട് സിനിമ? കുറവുണ്ടെന്ന് പറഞ്ഞോ? നന്നായി നന്നായി. ഞാൻ വിചാരിച്ചാലും സംഭവം അതിലും സൂപ്പറായിട്ടുണ്ട്. സംഭവം നമ്മൾ കുറച്ച് മീൻ കട്ട് ചെയ്തിട്ട് വീട്ടിൽ കൊടുത്തേച്ച് മീൻ കറി ഉണ്ടാക്കാനേ. നന്നായിട്ടുണ്ട് അല്ലേ, മീൻ കറി അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട്. എമ്മ വേവ് ഗ്രില്ല് ആ പെർഫെക്റ്റ് വേവാണ്. സംഭവം പൊളിയുണ്ട് കേട്ടോ. ഗ്രില്ലാണ് എമ്മ വേവ് മോനെ. ഇല്ല, എനിക്കാണ് ചോറ് വിട്ട് തിന്നാൽ വലിയ സുഖമില്ലേ, അത്ര ടേസ്റ്റി സാധനം. ചെറുനാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത്. ഫ്രൈ ചെയ്ത പിന്നെ നാരങ്ങയാണ് ഫിനിഷിങ് നിർബന്ധം.
ഷവായ അൽഫഹാം നമ്മൾ കഴിക്കില്ല. ഞാൻ പറയാൻ നോക്കിയിരുന്നു സെയിം അതുപോലെ ഉണ്ടല്ലേ ഇറച്ചിയൊക്കെ അൽഫഹാം പോലെ തന്നെ ഉണ്ട്, ചിക്കൻ പോലെ ഉണ്ട് സാധനം അല്ലേ. നമ്മളൊരു ഫിഷാന്ന് ആയത് പറഞ്ഞ വിശ്വസിക്കില്ല. ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അൽഫഹാം എന്നേ പറയാം. നന്നായില്ല, സൂപ്പറായിട്ടുണ്ട് സത്യമായിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കണ്ടാൽ മാമയെന്നൊന്നും പറയില്ലല്ലേ, ആൾ ചുള്ളനാണ്. ശരിക്കും മാമ തന്നെ ഉണ്ട്. സമയം ഏകദേശം നല്ല വൈകിയുണ്ട്. നമുക്കിന്ന് വൈകിട്ട് പോയ സമയമില്ല സുഖമില്ലേ, കുറേ ആൾ തുടങ്ങിയാണ് വയ്യ. അപ്പോൾ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഫിഷ് സ്റ്റീക്കും ട്രൈ ചെയ്ത് ഫ്രൈയും ട്രൈ ചെയ്ത് നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനിൻ്റെ പേര് വറ്റ ഫിഷ് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ കിലോ വന്നിട്ട് 17 കിലോ, കറക്റ്റ് 17 കിലോ തൂക്കമുള്ള ഒരു മീനായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ഡിഷ് തന്നെ നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു, ഫിഷ് സ്റ്റീക്ക്. അപ്പോൾ അത് 2 ടൈപ്പിൽ ഗ്രില്ലും ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഫ്രൈയും ചെയ്ത് എടുത്തു നോക്കി. രണ്ടും ഒരു രക്ഷയില്ല അല്ലേ, രണ്ടും ഒരേപോലെ ഇങ്ങനെ സെയിം ടു സെയിം. അപ്പോൾ ഗ്രില്ല് കുറച്ച് കൂടുതൽ ഗ്രില്ല്, പക്ഷേ അതിൽ ഓയിൽ കുറച്ച് കുറവാണ് എന്തായാലും ഗ്രില്ലിൽ. ഇത് നമ്മൾ ഓയിലിൽ വറുത്തെടുക്കുന്നത് അത് വേറെ അറിയണ്ട് അല്ലേ, ഓയിലിൽ കണ്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ഡിഷ്, ഈ വെറൈറ്റി ഡിഷ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വലുതാണ്, എന്നാലും നിങ്ങൾ ചെറിയ മീനിൽ കട്ട് ചെയ്ത് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി കിഡിലെ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ